അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ നിന്നുയരുന്നത് വെറുമൊരു യുദ്ധഭീഷണിയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ സൂചനകളാണ്. തോക്കുകൾക്ക് വിശ്രമം നൽകി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്താൻ ഇറാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്റെ സ്വഭാവമനുസരിച്ചുള്ള ആ വന്യമായ ട്വിസ്റ്റ് നൽകിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഒരു ചരിത്രപരമായ കരാറിനായി കാതോർത്തിരുന്ന ആ നിമിഷങ്ങളെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് കുതിക്കുകയാണ്. ഇസ്ലാമാബാദിലെ അടച്ചിട്ട മുറികളിൽ 21 മണിക്കൂർ നീണ്ട നയതന്ത്ര ചർച്ചകൾക്ക് ഒടുവിൽ സമാധാനം കയ്യെത്തും ദൂരത്താണെന്ന് ഇറാൻ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയുമ്പോഴും ചർച്ചകളിലേക്ക് തിരിച്ചുവരാനില്ലെന്ന കർശന നിലപാടിലാണ് വൈറ്റ് ഹൌസ് ഉള്ളത്. ഈ പിടിവാശി വെറുമൊരു രാഷ്ട്രീയ വാശി മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സൈനിക നീക്കത്തിന്റെ തുടക്കം കൂടിയായിരിക്കാം. ഈ സംഘർഷത്തിനിടയിലാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ആ ഞെട്ടിക്കുന്ന പ്രസ്താവന പുറത്തുവരുന്നത്. ഇപ്പോഴത്തെ ഇന്ധനവില ആഘോഷിച്ചോളൂ. $4 $5 പെട്രോൾ കിട്ടിയിരുന്ന ആ പഴയ നല്ല കാലത്തെക്കുറിച്ച് നിങ്ങൾ വൈകാതെ നൊസ്റ്റാൾജിയയോടെ ഓർക്കും എന്ന സ്പീക്കറുടെ വാക്കുകൾ ലോകവിപണിയിൽ ഏൽപ്പിച്ച ആഘാതം അത്ര ചെറുതൊന്നുമല്ല. പെട്രോൾ പമ്പുകളിലെ ഇന്നത്തെ വില കണ്ട് ഞെട്ടുന്ന സാധാരണക്കാരെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ മുന്നറിയിപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: വരാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തമാണ്. ഇറാന്റെ കപ്പലുകളെ കടലിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ലോകത്തിന്റെ ഇന്ധന വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് ഒരു മരണക്കെണിയായി മാറുകയാണ്. ഇവിടെ പുകയുന്നത് കേവലം വെടിമരുന്നല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചിതയാണെന്ന് നിസ്സംശയം പറയാം. വാസ്തവത്തിൽ ഈ നയതന്ത്ര കളിയിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്നത് ഇറാന്റെ ഈ അപ്രതീക്ഷിത മനംമാറ്റം തന്നെയാണ്. തങ്ങൾ സമാധാനത്തിന് സന്നദ്ധരാണെന്നും വെറും ഇഞ്ചുകൾ മാത്രമേ ഒരു കരാറിലേക്ക് ദൂരമുള്ളൂ എന്നും ഇറാന്റെ നയതന്ത്ര പ്രതിനിധികൾ ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും ട്രംപ് ആ വലയിൽ വീഴാൻ തയ്യാറല്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയതിനു പിന്നാലെ ട്രംപ് നടത്തിയ പ്രതികരണം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങൾ മുന്നോട്ട് വച്ച നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇറാന്റെ ഈ സമാധാന വേഷം വെറുമൊരു തന്ത്രമാണെന്നും അമേരിക്ക വിശ്വസിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികൾ തടയാൻ സൈനിക നടപടി മാത്രമാണ് പോംവഴിയെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുമ്പോൾ അത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു രക്തരൂക്ഷിതമായ യുദ്ധത്തിന്റെ നിഴലിലാക്കി മാറ്റുകയാണ്. അമേരിക്കയുടെ ഈ പരുക്കൻ നിലപാടിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ചൈനയും റഷ്യയും ഇറാന് നൽകുന്ന രഹസ്യ പിന്തുണ ട്രംപിനെ കൂടുതൽ ചൊടിപ്പിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ആയുധക്കപ്പലുകൾ ഇറാനിയൻ തുറമുഖങ്ങളിൽ എത്തുമ്പോൾ ചർച്ചകൾ കൊണ്ട് കാര്യമില്ലെന്നും കടുത്ത നടപടികൾ തന്നെയാണ് പോംവഴിയെന്നുമാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഇതിനിടയിലാണ് പോപ്പിനെ പോലുള്ള ആത്മീയ നേതാക്കൾ സമാധാന ദൂതുമായി വരുന്നത്. എന്നാൽ പോപ്പ് ഭയങ്കരനാണ്, പക്ഷേ സമാധാനം ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന ട്രംപിന്റെ പരിഹാസം വ്യക്തമാക്കുന്നത് അമേരിക്ക ആർക്കും വഴങ്ങാൻ തയ്യാറല്ല എന്നത് തന്നെയാണ്. ആത്മീയതയും അധികാരവും നേർക്കുനേർ നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ സമാധാനമെന്ന കനവ് വെറും ജലരേഖയായി മാറുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം അതിനിർണായകമാണ്. ഇന്ത്യയുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായിരിക്കണമെന്നത് ഇന്ത്യയുടെ വലിയ ആവശ്യമാണ്. എന്നാൽ ട്രംപ് ചർച്ചകൾ തള്ളിക്കളയുന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ഇറാൻ സ്പീക്കർ പറഞ്ഞതുപോലെ പെട്രോൾ വില നിയന്ത്രണാതീതമായി കുതിച്ചുയർന്നാൽ അത് ഇന്ത്യയുടെ വിപണിയെയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെയും വരെ തകർക്കും. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത്. ഇന്ധനം എന്നത് കേവലം ഒരു ചിലവല്ല, മറിച്ച് അതൊരു ബലഹീനതയാണെന്ന് ഈ യുദ്ധം ലോകത്തെ പഠിപ്പിച്ചു. ചൈനീസ് നിർമ്മാതാക്കൾ ഇലക്ട്രിക് വിപണിയിൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ എണ്ണയ്ക്ക് പകരം ബാറ്ററികൾ ലോകത്തിന്റെ ചക്രങ്ങൾ തിരിക്കാൻ തുടങ്ങുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന സൈറണുകളും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പലും പശ്ചിമേഷ്യയിലെ മണലാരണ്യത്തിൽ പുകയുന്ന തീയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഓരോ നീക്കത്തെയും സൈനികമായി നേരിടുമെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്നുപോലും ലോകം ഭയപ്പെടുകയാണ്. ഇറാന്റെ സമാധാന വാഗ്ദാനങ്ങൾ ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ നിസ്സാരമാകുമ്പോൾ സാധാരണക്കാരനായ ജനതയ്ക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഈ പോരാട്ടം അവശേഷിക്കുകയാണ്. സൈനിക ബലത്തിൽ അമേരിക്ക അഹങ്കരിക്കുമ്പോൾ സാമ്പത്തിക തന്ത്രങ്ങളിലൂടെ ലോകത്തെ വട്ടം കറക്കാൻ ഇറാനും ഒരുങ്ങുകയാണ്. ഈ കളിയുടെ ക്ലൈമാക്സ് എങ്ങോട്ട് തിരിയുമെന്ന് ആർക്കും അറിയില്ല.
ഈ നയതന്ത്ര ചതുരംഗക്കളത്തിൽ ഓരോ നീക്കവും ലോകത്തിന്റെ വിധി നിശ്ചയിക്കുന്നവയാണ്. ട്രംപിന്റെ നിലപാടുകളും ഇറാന്റെ മുന്നറിയിപ്പുകളും സമാധാനം ആഗ്രഹിക്കുന്ന ജനതയെ നിരാശപ്പെടുത്തുകയാണ്. ഒരു വശത്ത് സൈനിക കരുത്തും മറുവശത്ത് സാമ്പത്തിക യുദ്ധവും മുറുകുമ്പോൾ ലോകമൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ തീ അണയാൻ ഇനിയൊരു അത്ഭുതം തന്നെ ഒരുപക്ഷെ സംഭവിക്കേണ്ടി വന്നേക്കാം. ട്രംപ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ധനവിലയിലെ തീമടയിൽ വെന്തുരുകാൻ പോകുന്ന സാധാരണക്കാരുടെ ഭാവി എന്താകുമെന്ന് കാലം തെളിയിക്കട്ടെ. ഈ പുകയുന്ന കനലുകൾ ഒരു മഹാ അഗ്നിയായി മാറാൻ അധികം സമയം വേണ്ടിവരില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമാധാനത്തിന്റെ വാക്കുകൾ ആയുധങ്ങളുടെ ശബ്ദത്തിനിടയിൽ മുങ്ങിപ്പോകുമ്പോൾ ലോകം മറ്റൊരു ഇരുണ്ട യുഗത്തിലേക്ക് ചുവട് വെക്കുകയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു.